ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് നടക്കുന്ന സിനിമകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണ് നമുക്ക് വീട്ടിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് നടക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒരു സിനിമയാണത്, ഒരു മലയാളം മൂവിയാണത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസ് എത്തി. ഒരു കൂട്ടം ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു കോമഡി ഡ്രാമ ബാത്തിലൂടെ സിനിമയായിരുന്നു. വാഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശമായ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോ OTT റിലീസ് നടക്കണം എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ മാത്രമാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് നടക്കുന്ന സിനിമകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഈ ഓണം നാളിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തി. OMR ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ, ബിബിൻ ജോർജ്, സെന്തിൽ എന്നിങ്ങനെ വൻതാരങ്ങൾ ഒന്നിച്ച് ഒരു കോമഡി ആക്ഷൻ ബാത്തിലൂടെ സിനിമയായിരുന്നു. ബാഡ് ബോയ്സ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ തിയേറ്ററിലൊരു പരാജയത്തിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ മനോർ മാക്സും ആമസോൺ പ്രൈമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമുകൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വാങ്ങുകയാണെങ്കിൽ ഈ സിനിമ നമുക്ക് ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്ന ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തത് നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ നായകനായെത്തി ഓണനാളിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ബാത്തിലൂടെ സിനിമയായിരുന്നു. കൊണ്ടാൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശമായ സിനിമ ഒക്ടോബർ മാസം 20-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പെക്ട് ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സിനിമയും ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയും ഒരു പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്ത നമ്മുടെ ടൊവിനോ തോമസ് 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഒരു അഡ്വഞ്ചർ ഡ്രാമ ബാത്തിലൂടെ സിനിമയായിരുന്നു. ARM എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അതായത് അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ ഫുൾ പേര് വരുന്നത്. ഈ സിനിമ ഒരു വമ്പിച്ച കളക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 100 കോടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശമായ സിനിമ ഒക്ടോബർ മാസം 28-ാം തീയതി സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മലയാളത്തിൽ പുറമെ മറ്റു പാനിന്ത്യ ഭാഷകളും OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പെക്ട് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തതും ഓണനാളിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തി നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ അപർണ ബാലമുരളി, വിജയരാഘവൻ കൂട്ടുകെട്ടിലിറങ്ങി സൈലൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് സൈലൻറ്റ് കില്ലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈലൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ ബാത്തിലൂടെ സിനിമയാണ്. കിഷ്കിണ്ട കാന്തം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ നല്ലൊരു വമ്പിച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം വാങ്ങിച്ച സിനിമ നവംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, 4 മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും സിനിമ റിലീസ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു അപ്ഡേറ്റും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ടാസ കംസാർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സെപ്റ്റംബർ മാസം 27-ാം തീയതി മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. ഓക്കെ, അടുത്തൊരു തമിഴ് മൂവിയാണ്. ബ്ലിങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ ബാത്തിലൂടെ സിനിമയാണ്. ഈ സിനിമ ആഹ തമിഴ് വഴി സെപ്റ്റംബർ മാസം 25-ാം തീയതി തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. നമ്മുടെ അന്നവൻ പ്രധാനമന്ത്രി ഡ്രാമ ബാത്തിലൂടെ സിനിമയാണ്. കൊട്ടുകാളി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമാണ്. സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമും OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 27-ാം തീയതി ആമസോൺ പ്രൈം വഴിയും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് വഴിയും OTT റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തൊരു തമിഴ് മൂവിയാണ്. നമ്മുടെ നാനി SJ സൂര്യയൊക്കെ പ്രധാനം എത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ബാത്തിലൂടെ സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ശരിപ്പോത്ത ശനിവാരം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 26-ാം തീയതി മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കണം. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും കൂടാതെ ഈ ഓണനാളിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ 2 സിനിമകളുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അതിലൂടെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.